ഹലോ കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ പച്ചരി കൊണ്ട് കൽത്തപ്പം ഉണ്ടാക്കുന്ന കുക്കറിൽ അങ്ങനെ പച്ചരി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാണ് ഒരു കപ്പിന് തേങ്ങ അതേ അളവിൽ ചോറും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ. പച്ചരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സെയിം അളവിൽ തേങ്ങയും ചോറുമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് അരച്ചെടുത്ത് വരാം. അവിടെ ഇതിൽ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് അരയ്ക്കുന്ന അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് വെള്ളമാകുന്നത് നല്ല ശർക്കരപ്പാനിയും കൂടി ഒഴിക്കുമ്പോൾ അധികം തട്ടി കുടിക്കുമ്പോൾ കുറവുള്ളതാവും. ഒരു കൽത്തപ്പത്തിൻ്റെ ഒരു ഇത് വരത്തില്ല ടെക്സ്ചർ. അതുകൊണ്ട് അധികം വെള്ളമാകാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടി എടുത്തൊന്ന് മെൽറ്റാക്കി വെക്കണം കേട്ടോ. അങ്ങനെ മീൻ വച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മെൽറ്റായി വരട്ടെ. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ശർക്കര പാനിയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു നുള്ളി ഉപ്പും ശേഷം ബേക്കിംഗ് സോഡയും കൂടി അങ്ങനെ ശർക്കര പാനി ആ ചൂടോടെ തന്നെ ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയിടാം കേട്ടോ. ചൂട് തണിയാനൊന്നും വയ്ക്കണ്ട. നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സാക്കി എടുക്കണം. അതിലേക്ക് ഒരു നുള്ളി ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം. ശേഷം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ ഇത് വേവിക്കാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അങ്ങനെ കുക്കറിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കുക്കറൊക്കെ നല്ല ചൂടായി വരണം കേട്ടോ. എന്നിട്ട് ലേശം വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗണിഷ് ആണ്. അതിലേക്ക് ചെറിയുള്ളി ആണെങ്കിൽ അതിനും ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഉള്ളിയും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ബ്രൗണിഷ് കളറാവണേ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ കമൻറ്റുകൾ പറയാനും മറക്കരുതാണ്. നമുക്ക് നന്നായി ബ്രൗണിഷ് ആക്കുന്നുണ്ട്. ഏകദേശം കഴിച്ചു പോകണമെന്ന് എനിക്ക് ഡൗട്ടിട്ട് അങ്ങനെ നമ്മൾ മാവ് ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിസിൽ വെക്കണ്ട. വിസിൽ വെക്കാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. അങ്ങനെ അത് കൊടുത്ത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മൾ വീഡിയോ എത്രയാണ്. ബൈ ബൈ. അടുത്തൊരു വീഡിയോ